Hey all, welcome back to Study with Cute Cupcake. സോ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഞാൻ ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. സീ ബ്രീസിനെ കുറിച്ചും ലാൻഡ് ബ്രീസിനെ കുറിച്ചും ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ അതെങ്ങനെയാണ് നടക്കുന്നതെന്നുള്ളൊരു എക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ളൊരു വീഡിയോ തരുമെന്ന്. ഞാൻ ആ ഒരു ടോപ്പിക് മാത്രം സ്റ്റിക്ക് ചെയ്താണ് നിൽക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. അത് ഇട്ടിട്ടുള്ളത് ഗെയിമിംഗ് വൈബ്സ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ടിൽ നിന്നാണ്. ഓക്കെ, ദിസ് വീഡിയോ ഇസ് ഡെഡിക്കേറ്റഡ് ഫോർ യു ആൻഡ് ഓൾ ക്ലാസ് 7 സ്റ്റുഡൻസ്. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യം സീ ബ്രീസ് എപ്പോഴാണ് നടക്കുകയെന്ന് ഓർക്കണം. ഓക്കെ, ഇത് നമ്മുടെ ബേസിക് സയൻസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഷുവറായിട്ട് സീ ബ്രീസ് ആൻഡ് ലാൻഡ് ബ്രീസിനെ കുറിച്ച് എന്തായാലും ഒരു ചോദ്യങ്ങൾ ഉണ്ടാവും. ഇതെൻ്റെ വാക്കാണ്, നിങ്ങളിത് പഠിക്കാണ്ട് പോകരുത്. ഓക്കെ, നമുക്ക് നോക്കാം. സീ ബ്രീസിൻ്റെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. സീ ബ്രീസ് നടക്കുന്നത് രാവിലെയാണ്. ഓക്കെ, നമുക്കിന്ന് നോക്കാം. രാവിലെ നമ്മുടെ ലാൻഡ് പെട്ടെന്ന് എന്ത് ചെയ്യും? ചൂടാവും. എന്തുകൊണ്ടാണ്? ബിക്കോസ് ലാൻഡിൽ മോയ്സ്ചർ കുറവായിരിക്കും, അല്ലെങ്കിൽ വാട്ടറിൻ്റെ പ്രസൻസ് കുറവായിരിക്കും. നേരെ മറിച്ച് സീയിൽ നോക്കുകയാണെങ്കിലോ കുറേ വെള്ളമുണ്ട്, അപ്പോൾ അതിന് ചൂടാവാൻ കുറേ ടൈം എടുക്കും. ഓക്കെ, അപ്പം മനസ്സിലാക്കാം നമ്മുടെ സീയിൽ എന്താ ഉള്ളത്? ഹൈ പ്രഷറാണുള്ളത്. ഹൈ പ്രഷർ ഉണ്ട് നമ്മുടെ സീയിൽ. അപ്പോൾ ഇതിലോ നമ്മളെ ലാൻഡിൽ എന്താണുള്ളത്? ലോ പ്രഷറാണുള്ളത്. ഓക്കെ, നമ്മുടെ ലാൻഡിൻ്റെ തൊട്ട് മേലെയുള്ള കാറ്റൊക്കെ ഉണ്ടല്ലോ, പെട്ടെന്ന് മുകളിലോട്ടേക്ക് പോകും. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിക്കുന്നതാണ് ഏറ്റവും വലിയൊരു അടിപൊളി സംഭവം എന്ന് പറയുന്നത്. എന്തെയും നമ്മളെ ലാൻഡ് എന്തായിരിക്കും? കുറച്ചുകൂടി കൂളായിരിക്കും ഡേ ടൈമിൽ. സീ കുറച്ചുകൂടി ഹോട്ടായിരിക്കും. അപ്പം ലാൻഡിൻ്റെ തൊട്ട് മേലെയുള്ള കാറ്റൊക്കെ മുകളിലോട്ടേക്ക് പോകും. അതാണ് ഈ മുകളിലോട്ടേക്കുള്ള ഏറോ മാർക്ക് കാണിക്കുന്നത്. ഓക്കെ, അത് മനസ്സിലായല്ലോ. നെക്സ്റ്റ് ഞാൻ സീയിലോട്ട് പോവുകയാണെങ്കിൽ കടലിൻ്റെ തൊട്ട് മേലുള്ള കാറ്റ് ലാൻഡിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കാറ്റാണ് കേട്ടോ. ലാൻഡിലുള്ളതിനെക്കാട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തായിരിക്കും? കുറച്ചുകൂടി കൂളായിരിക്കും. ഓക്കെ, നമ്മുടെ ഈ ലാൻഡിലുള്ള വാമായിട്ടുള്ള എയർ ആയിരിക്കും. അത് മുകളിലോട്ടേക്ക് പോകുന്തോറും ഈ എയറോ മാർക്ക് റെപ്രസെൻ്റ് ചെയ്യും. അപ്പം ഇതിലുള്ള കൂൾ എയർ ഉണ്ടല്ലോ, നമ്മുടെ കടലിന് തൊട്ട് മുകളിലുള്ള കൂളായിട്ടുള്ള എയർ എന്താവും? നമ്മളെ ലാൻഡിലേക്ക് വീശിയടിക്കും. അതാണ് ഈ എയറോ മാർക്ക് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ദിസ് ഈസ് ഹൗ സീ ബ്രീസ് ഇസ് ഫോംഡ്. സീ ബ്രീസിന് പറയുന്നത് കടൽക്കാറ്റ് എന്നാണ് കേട്ടോ. ഈ ഒരു വീഡിയോ ഞാൻ മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ മനസ്സിലാക്കാൻ. നിങ്ങളിതൊന്ന് മനസ്സിലാക്കുക. ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങൾക്ക് സീ ബ്രീസ് ലാൻഡ് ബ്രീസ് ക്ലിയർ ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കണം. പക്ഷേ നമ്മൾ പറയാം, ഈ ലാൻഡിലുള്ള ലാൻഡിന് തൊട്ട് മുകളിലുള്ള കാറ്റ് സീൻ്റെ തൊട്ട് മുകളിലുള്ള എയറിനെക്കാട്ടും കമ്പയർ ചെയ്താൽ കുറച്ചുകൂടി ഹീറ്റാണ്. അപ്പോൾ എന്ത് ചെയ്യും? ലാൻഡിൽ കുറച്ചുകൂടി ലോ പ്രഷറാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മളെ ലാൻഡിലുള്ള ഹീറ്റ് എന്ത് ചെയ്യും? മുകളിലോട്ടേക്ക് പോകും. ഓക്കെ, ആ മുകളിലോട്ടേക്ക് പോകുമ്പം ലാൻഡിൽ കുറച്ച് സ്പേസ് ഉള്ളതുകൊണ്ട് സീ ബ്രീസ് എന്താവും? സീയിലുള്ള ബ്രീസ് ലാൻഡിലേക്ക് വീശിയടിക്കും. അതാണ് സീ ബ്രീസ്. ഓക്കെ, മനസ്സിലാക്കി പഠിക്കാം. നമുക്ക് ഇതിൻ്റെ ഒരു ടെക്സ്റ്റ് ഫോമായിട്ട് ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, നോക്കാം. ലാൻഡ് ഹീറ്റ്സ് അപ്പ് ആൻഡ് കൂൾ ഡൗൺ. ഓക്കെ, ലാൻഡ് ഹീറ്റ്സ് അപ്പ് ആൻഡ് കൂൾ ഡൗൺ ഫാസ്റ്റർ ദാൻ ദി വാട്ടർ. ലാൻഡ് എന്ത് ചെയ്യും? ഹീറ്റാവും, പെട്ടെന്ന് കൂളാവും വാട്ടറിനെ കാട്ടും. എന്തുകൊണ്ടാണ്? വാട്ടറിന് നമ്മുടെ സീയിൽ ഒരുപാട് വാട്ടർ കണ്ടന്റ് ഉള്ളതുകൊണ്ട് അത് പെട്ടെന്ന് ഇങ്ങനെ ഡ്രൈ ആകാൻ കുറച്ച് പണിയെടുക്കും. അതാണ് പറയുന്നത് ലാൻഡ് heats up and cools down faster than water. Okay, therefore the land is warmer than the sea during daytime. Daytime അപ്പോൾ എന്താണ്? ലാൻഡ് കുറച്ചുകൂടി വാമറാണ്, സീനെക്കാട്ടും കുറച്ചുകൂടി വാമറാണ്. അതാണ് പറയുന്നത്. ദി എയർ ജസ്റ്റ് above the land gets heated. നമ്മുടെ കരയിന് തൊട്ട് മുകളിലുള്ള കാറ്റ് എന്ത് ചെയ്യും? പെട്ടെന്ന് ചൂടാവും. ദി എയർ എക്സ്പാൻഡ്സ് അപ്പ് ആൻഡ് റൈസസ് അപ്പ്. പെട്ടെന്ന് വികസിച്ചിട്ട് മുകളിലോട്ടേക്ക് പോകും. ഓക്കെ, ദി എയർ ഓവർ ദി സീ ഇസ് കൂളർ സീ ബ്രീസ് കമ്പയർ ടു ദി ലാൻഡ്. എന്താ പറയുന്നത് വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞു ലാൻഡിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സീ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലാൻഡ് കുറച്ചുകൂടി വാമറാണെന്ന് പറഞ്ഞു, ഹോട്ടാണെന്ന് പറഞ്ഞു.
ഓക്കെ, അത് ഇപ്പോൾ പറയുന്നത് സീ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലാൻഡ് കുറച്ചുകൂടി ഹീറ്ററാണ്. ലാൻഡിന് മുകളിലുള്ള എയർ കുറച്ചുകൂടി ഹീറ്ററാണെന്ന് പറയും. അപ്പോൾ ദ എയർ ഓവർ ദി സീ ഈസ് കൂളർ ദാൻ, സീ കുറച്ചുകൂടി കൂളറാണ് ദാൻ കമ്പയർ ടു ഓവർ ലാൻഡ്. ആസ് ദി വാം എയർ and over the land rises up, the cold air over the sea moves towards this place, the sea breeze is formed. അങ്ങനെയാണ് സീ ബ്രീസ് ഫോം ചെയ്യുന്നത്. മലയാളം എന്ന് വായിച്ചു നോക്കാം. കര വെള്ളത്തേക്കാൾ വേഗത്തിൽ ചൂടാവുകയും തണുക്കുകയും ചെയ്യുന്നു. അതിനാൽ പകൽ സമയത്ത് കടലിനേക്കാൾ ചൂടായിരിക്കും. ഓക്കെ, കരയ്ക്ക് തൊട്ട് മുകളിലുള്ള വായു ചൂടാകുന്നു. ഈ വായു വികസിക്കുകയും മുകളിലേക്ക് ഉയരുകയും ചെയ്യുന്നു. കടലിന് മുകളിലുള്ള വായു കരയ്ക്ക് മുകളിലുള്ളതിനേക്കാൾ തണുത്ത കടൽക്കാറ്റാണ്. കരയ്ക്ക് മുകളിലുള്ള ചൂടുള്ള വായു മുകളിലേക്ക് ഉയരുകയും ചെയ്യുന്നു. ഓക്കെ, വായു കരയ്ക്ക് മുകളിലുള്ളതിനേക്കാൾ തണുത്ത കടൽക്കാറ്റാണെന്ന് പറഞ്ഞല്ലേ. കരയ്ക്ക് മുകളിലുള്ള ചൂടുള്ള വായു മുകളിലേക്ക് ഉയരുമ്പോൾ എന്താ സംഭവിക്കുന്നത് പറയുന്നത്, കടലിന് മുകളിലുള്ള തണുത്ത കാറ്റ് ഈ സ്ഥലത്തേക്ക് നീങ്ങുന്നു. അങ്ങനെ കടൽക്കാറ്റ് രൂപം കൊള്ളുന്നു. ആ കരയിലുള്ള ചൂടായ കാറ്റ് മേലേക്ക് പോകുമ്പോൾ കടലിലുള്ള തണുത്ത കാറ്റ് ലാൻഡിലേക്ക് വീശുന്നു. അതാണ് സീ ബ്രീസ്. സീ നിന്ന് വരുന്ന ബ്രീസാണ് സീ ബ്രീസ്. ദിസ് ഈസ് ഹൗ സീ ബ്രീസ് ഇസ് ഫോം എന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി നമുക്ക് ലാൻഡ് ബ്രീസിലോട്ട് കിടക്കാം. നൗ ലാൻഡ് ബ്രീസ് ആണ്. ലാൻഡ് ബ്രീസ് രാത്രിയാണ് നടക്കുമെന്ന് മനസ്സിലാക്കാം. ഇത് നേരെ ഓപ്പോസിറ്റ്. ഇതാ നോക്ക്, നമ്മൾ രാത്രി കടൽ എന്തായിരിക്കും, ചൂടുള്ളതായിരിക്കും. ഓക്കെ, രാത്രി ബിക്കോസ് എന്താണ് കാര്യം, രാവിലെ സീ ബ്രീസ് നടന്നല്ലോ. അപ്പോൾ രാവിലെ തണുത്തിരുന്ന കടൽ രാത്രിയാകുമ്പം ഈ സണ്ണിൻ്റെ ഹീറ്റ് കൊണ്ട് അത് ഹീറ്റായി ഹോട്ടായി വന്ന്, അപ്പോൾ ഇവിടെ എന്തായിരിക്കും, ലോ പ്രഷർ ആയിരിക്കും. സീയിൽ ലോ പ്രഷർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ സീയിലുള്ള ഹോട്ടായിട്ടുള്ള ഹീറ്റ് മുകളിലോട്ടേക്ക് പോവും. ഓക്കെ, അതിനാൽ ഹൈ പ്രഷർ ആയിട്ടുള്ള ലാൻഡിലെ കാറ്റ് എന്താവും, അത് ഇവിടെയുള്ള കാറ്റ് മേലേക്ക് പോയതിനാൽ ഇവിടെയുള്ള തണുത്ത കാറ്റ് ഇങ്ങോട്ടേക്ക് സീയിലേക്ക് പോകും. അതാണ് ഈ ഏറോ മാർക്ക് റെപ്രസെൻ്റ് ചെയ്യുന്നത്. രാത്രി കര ഭയങ്കര കൂളായിരിക്കും എന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി നമുക്ക് ടെക്സ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. Land cools faster than sea, so the air above the sea is relatively warmer. Therefore, it will be the air above the sea that is more expanded. Then the cold air is above the land flows towards the sea. This causes land breeze. നോക്കാം, land cools faster than sea. കടലിനേക്കാൾ വേഗം തണുക്കും. So, അതിനാൽ the air above the sea is relatively warmer. സീയിലുള്ള എയറിനെക്കാട്ടും കുറച്ചുകൂടി വാമറാണ് കരയിലുള്ള കാറ്റ് എന്ന് പറയുന്നത്. Therefore, it will be the air above the sea that is more expanded. അതിനാൽ കടലിന് തൊട്ട് മുകളിലുള്ള കാറ്റായിരിക്കും കുറച്ചുകൂടി എക്സ്പാൻഡ് ആയിട്ടുള്ളത് എന്ന് പറയുന്നത്. Then the cold air above the land flows towards the sea. പിന്നെ കരയിലുള്ള തണുത്ത കാറ്റ് എന്താവും, കടലിലേക്ക് വീശും. This causes land breeze. ഇങ്ങനെയാണ് നമ്മൾ ലാൻഡ് ബ്രീസ് ഉണ്ടാകുന്നത്. നമുക്കിനി മലയാളം വായിച്ചു നോക്കാം. കടലിനേക്കാൾ വേഗത്തിൽ തണുക്കുന്നു. അതിനാൽ കടലിനു മുകളിലുള്ള വായു താരതമ്യേന ചൂടുള്ളതാണ്. അതിനാൽ കടലിനു മുകളിലുള്ള വായു ആയിരിക്കും കൂടുതൽ വികസിക്കുന്നത്. അപ്പോൾ കരയ്ക്ക് മുകളിലുള്ള തണുത്ത വായു കടലിലേക്ക് ഒഴുകുന്നു. ഇത് കരക്കാറ്റിന് കാരണമാകുന്നു. ഇത്രയുള്ള നമ്മുടെ ലാൻഡ് ബ്രീസും സീ ബ്രീസും. നിങ്ങൾക്ക് ഉറപ്പായിട്ട് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ സ്പീഡ് കുറച്ച്, നമ്മുടെ സെറ്റിങ്സ് എടുത്ത് സ്പീഡ് കുറച്ച് മെല്ലനെ കാണാം. ഞാൻ സത്യമാണ്, ഇത് എന്തായാലും എക്സാം വരും. ഐ എം ഷുവർ അബൌട്ട് ദാറ്റ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും, എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലും സീ ബ്രീസ് ലാൻഡ് ബ്രീസ് ഒരു ചെറിയ സബ് ക്വസ്റ്റ്യനാലും എന്തായാലും ഉണ്ടാവും. അത് ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടോപ്പിക്ക് മറക്കേ ചെയ്യരുത്. ഫുൾ കാണണം, ഫുൾ പഠിക്കണം. ടെക്സ്റ്റ് ബുക്കിൻ്റെ ലാസ്റ്റ് ഭാഗമായിട്ടാണ് ഇത് വരുന്നത്. സോ നമ്മൾ 10 മിനിറ്റ്സ്, ഏകദേശം ഒരു 10 മിനിറ്റ്സിനുള്ളിൽ നമ്മൾ ഈ ഒരു സീ ബ്രീസും ലാൻഡ് ബ്രീസും ഇതാക്കിയിട്ടുണ്ട്. ഇനി നിങ്ങൾ ഇത് മാത്രം കേട്ടാൽ മാത്രം പോരാ, ജസ്റ്റ് ഒന്ന് എഴുതി പഠിക്കുക. ഇതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് തലയിൽ കയറത്തുള്ളൂ. ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതാൻ പറ്റുള്ളൂ.
അപ്പോൾ ഇത്രയുള്ള നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ബൈ.